ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര മസ്കത്തിൽ നിന്ന് ഒരു 200-240 കിലോമീറ്റർ പോയ അടിപൊളി പ്ലേസ് എത്തും. മിസ്വത്തിൽ ലബ്രി എന്ന സ്ഥലത്തിൻ്റെ പേര്. ഒരു പഴയ വില്ലേജാണ്, നല്ല അടിപൊളി പ്ലേസാണ്. ഓക്കെ, അപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഞാൻ മാത്രമല്ല, 2 ഫ്രണ്ട്സ് ഉണ്ട്. ഒരു 9 മണിക്ക് വിളിച്ച് മാറ്റാൻ പറഞ്ഞത്. ഇപ്പം സമയം 9:40. 2 മണിക്കൂർ യാത്ര ഉള്ളതുകൊണ്ട് നേരത്തെ പോകണല്ലോ. എന്തായാലും ഇനി മിസ്സിന്ന് ചായ കുടിച്ചിട്ടങ്ങ് പോവാം. ഇനി ഉച്ചയാകുമ്പോഴത്തേക്ക് അവിടുത്തെ ഉള്ളൂ. ഇന്ന് കുറച്ച് ചൂട് കുറവുണ്ടല്ലോ. സാധാരണ ഈ സമയം നല്ല ചൂടാണ്, കുറച്ച് കുറവുണ്ട്. അപ്പോൾ മിസ്വത്തിൽ ലൈബ്രറിയിലേക്ക് എങ്ങനെ പോകണം, പോകുന്നേക്ക് എന്തെല്ലാം കാണാനുണ്ട്, ഓക്കെ, അവിടെ എന്തെല്ലാം കാണാനുണ്ട് എന്നൊക്കെ കാണണമെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് മെസ്സിലെത്തി ചായ കുടിച്ചിട്ട് പോവാം. എന്താണെന്ന് നോക്കട്ടെ. ചോറങ്ങ് എടുക്കുക വാർത്തത്. അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഇരുന്ന് കഴിക്കുക, പോകുന്ന കഴിക്കണമെങ്കിലും. ഓക്കെ, എന്താ മാറ്റിക്കില്ല. ടീംസ് മാറ്റിക്കുന്നുണ്ട്. ഇതാ ഉപയോഗിക്കുന്നുണ്ട് അശ്വിൻ. ഓക്കെ, ചായ നല്ലത് ഇഡ്ഡലി, നല്ല ഇഡ്ഡലി സാമ്പാറുണ്ട്. ഓക്കെ, ചായ ഉണ്ട്, അത് കഴിച്ചിട്ട് പോവാം. അസറക്കാ എന്തായി ചോറ്? നിങ്ങളില്ല മേടിക്കണ്ട, കാണൂല. കുറച്ച് നല്ല കായ്ക്കറി ചോറ് സെറ്റാണ്. ഓക്കെ, എന്താ നാടൻ ചോറും കറി, എന്താ പച്ചക്കറി, ചൂട്. ഓക്കെ, അപ്പോൾ ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, ഒന്നുമില്ലേ, എടുക്ക്. യെസ്, അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞു. അങ്ങനെ പോവാണ്. നമ്മളെ കൂടെ താരിക്കാണ് വരുന്നത്. താരിക്ക വണ്ടി പുറത്ത് കാത്തിക്കുന്നുണ്ട്. ചോറും കറിയുമായി അശ്വിൻ സെറ്റായി നിൽക്കുന്നുണ്ട്. അശ്വിനെ സെറ്റല്ലേ ചോറും കറിയും? ഓക്കെ അല്ലേ? ഓ, വണ്ടി എത്തിയിരിക്കുന്നു. അല്ല സാധനം വണ്ടി വാങ്ങി വെച്ചോ. താരിക്ക ബേക്ക് ബേക്കാ സാധനം വെക്കട്ടെ. ഫുൾ ലോഡുമായി നമ്മൾ ടീംസ് സാധനം വെക്കുന്നുണ്ട്. എല്ലാം ഒതുക്കി വെച്ചേ, ഒതുക്കി വെച്ചേ. എല്ലാം ചോറും കറിയും വേറെ ആയി പോകണ്ട. അതിന്റെ ലാസ്റ്റ് അവിടെ കൊടുക്കും, ലാസ്റ്റ് കൊടുക്കും, എൻ്റെ കൊടുക്കുക. ആ കറിയുടെ ഓക്കെ, എന്നാ കുടിക്കോ. ഓക്കെ, എല്ലാവരും കറിക്കോ. ഓക്കെ, വെള്ളം വിളിച്ചോ. എന്നാ പോലെ ലൊക്കേഷൻ കിട്ടിയോ? മഷീനുണ്ട്, പട്ടാമ്പി കരണ്ടുണ്ട്. അപ്പോ ഒന്ന് സെറ്റാട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, ആരൊക്കെ കൂടെ ഉണ്ട്? പിന്നെ അശ്വനുണ്ട്, കുഞ്ഞൻ, ഉബൈദ്. ഓക്കെ, ചായ കുടിച്ചിറങ്ങി. എന്നിട്ട് ഉബൈദ് പറഞ്ഞു പോലെ ചായ വേണം. ചായ മേടിക്കാൻ പോയിട്ടുണ്ട്. ഓക്കെ, ചായ കുടിക്കിറങ്ങിയാണ്. ഇതാ ചായ ഉബൈദ് വരുന്നുണ്ട്. എന്താ പറഞ്ഞാൽ ഇപ്പം ചായ കുടിച്ചിട്ടുള്ളൂ, പിന്നെ ചായ കുടിക്കാൻ പോവാ. ഇപ്പം കുടിച്ചാൽ മതിയായിക്കില്ല. ഓക്കെ, നിനക്ക് വേണ്ട. യെസ്, അതിപ്പോ ഈ റൂട്ട് വരുന്നതെന്ന് വെച്ചാല് മസ്കത്തിൽ നിന്ന് നേരെ ഏത് വഴിയാ പോകേണ്ടത്? മസ്കത്ത് നിസ്വാർ റോഡാണ്. നിസ്വാർ റോഡിൽ നിന്ന് നമ്മൾ ഇസിക്കി ബിർക്കത്തിൽ മൂസ് ആ വഴി പോകുന്നതാണ്. പിന്നെ അവിടെ കുറച്ച് മുന്നോട്ട് പോയാൽ പിന്നെ ഹംറ എന്നുള്ള ബോർഡ് കാണും. അവിടുന്ന് റൈറ്റ് കയറുക. ആ റൈറ്റ് കയറുന്ന വഴിയാണ് കാണുന്നത്. നല്ല അടിപൊളി വഴിയാണ്. ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവും. വണ്ടികളെല്ലാം കുറവാണ്. നല്ല അടിപൊളി പ്ലേസ് ആണ്. ഓക്കെ, അങ്ങനെ അവർ 1.5 മണിക്കൂർ ഇരുന്നിരുന്ന് മൂത്രയ്ക്കാൻ മുട്ടി. ഒന്ന് മൂത്രയ്ക്കാൻ പുറത്തേക്ക് ഇറങ്ങിയാണ്. ഈ പോകുന്ന വഴിയും റോഡും അടിപൊളിയാണ്. അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. അടിപൊളി കാഴ്ചകൾ കാണാനുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്ററും കൂടി അങ്ങ് എത്താനുള്ളൂ മിസ്വത്തിൽ ലബിലേക്ക്. 6 കിലോമീറ്റർ നമ്മുടെ ബോർഡ് ഉണ്ടല്ലോ, മിസ്വത്തിൽ ലബി 6 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ ഒന്ന് മൂത്രയിക്കട്ടെ. മിസ്വത്തിൽ ലബി എത്താൻ നേരത്തെ ഒരു പള്ളിയുണ്ട്, ചെറിയ പള്ളിയുണ്ട്. നമുക്ക് ഇവിടെ നിസ്കരിക്കാൻ സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിസ്കരിച്ചിട്ട് സ്ട്രേറ്റാണ് പോകേണ്ടത്. ഓക്കെ, ഇനി ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ. ഒരു 5-10 മിനിറ്റിനുള്ളിൽ എത്തും. ഓക്കെ, എന്തായാലും നിസ്കരിച്ചിട്ട് പോവാം. ഓക്കെ, അങ്ങനെ നിസ്കാരം മൂത്രയ്ക്കെല്ലാം കഴിഞ്ഞ്. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് പോവാം. സമയം 1:30 2 മണിക്കൂർ, ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞില്ലേ ആർന്ന് മസ്കത്ത് യാത്ര തുടങ്ങിയിട്ട്. താർക്കന്നെ 6 കിലോമീറ്ററേ ഉള്ളൂ. അതുകൊണ്ടല്ലേ നേരത്തേക്ക്
നേരെയോ? എന്ത് ചെയ്യുന്നേ? ഓട്ടാ പോവാ. വണ്ടി എടുത്തോ? എന്നാ പോവല്ലേ? ഇവിടെ ചെറിയൊരു കുറെ ഷോപ്പുകളുണ്ട്. ചെറിയ കഫ്തീരിയകളുണ്ട്, ബക്കാലകളുണ്ട്. എല്ലാം ക്ലോസ് ആണ്. ഈ സമയത്ത് എല്ലാം ക്ലോസ് ആണ്. ചെറിയൊരു സ്ഥലം, ചെറിയൊരു വില്ലേജ് എന്ന് പറയാം. ഓക്കെ, നമുക്കിനി ഇതിന് ഇവിടുന്ന് ഉള്ളോട്ട് പോകണം. ഉള്ളോട്ട് 6 കിലോമീറ്റർ പോകാനുണ്ട്. വണ്ടി കയറിക്കോ. ഓക്കെ, കാലി കുഞ്ഞാണ്ട് വണ്ടി എടുക്കുമല്ലോ. ഓക്കെ അല്ലേ? പോവല്ലേ? ഓക്കെ, ബാക്കി അവിടത്തേക്ക് കാര്യങ്ങൾ പറയാം. ഓക്കെ, നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് ഈ വില്ലേജ് കാണാൻ പറ്റും. മലയുടെ മുകളിലാണ്. നോക്കിക്കോ, കാണിച്ചു തരാം. ഇതാണ് വില്ലേജ്. മലയുടെ മുകളിൽ കുറേ വീടുകളുണ്ടാവും. ഓക്കെ, അങ്ങനെ മിസ്ഫത്തുൽ അബ്രീനിലേക്കുള്ള റോഡിലേക്കാണ് പോകുന്നത്. ചെറിയ വഴിയാണ് ഈ ചെറിയ വഴിക്കൂടെ യാത്ര. ഓക്കെ, ഇതിലേ പോയാൽ മിസ്ഫത്തുൽ അബ്രി എത്തും. മിസ്ഫത്തുൽ അബ്രി എത്തിയാൽ പിന്നെ ഇത് ചെറിയൊരു ഗ്രാമമാണ്. അവിടുന്ന് മിസ്ഫത്തുൽ ഓൾഡ് ഹൗസ് ഉണ്ട്, അതും കാണാൻ പറ്റിയ പ്ലേസ് ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകണം. ഓക്കെ, എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. വരുന്ന വഴിക്ക് ആർക്കും എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് കയറി വരില്ലേ? ആ കയറി വന്നാൽ ഇവിടെ ചെറിയ ബോർഡ് ഉണ്ടാവും. നമുക്കിത് മാപ്പ് വെച്ചിട്ട് വന്നാൽ മതി. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കി ചെയ്യും. ഒറ്റ വഴിയേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ഓട്ടെ. അപ്പോൾ നമുക്ക് വഴി തെറ്റിക്കില്ല, കറക്റ്റ് വഴി തന്നെയാണ്. റൂട്ട് കുറച്ച് മോശം റൂട്ടുകൾ, നല്ല റൂട്ടുകളുണ്ട്, ശ്രദ്ധിക്കണം. സെഡാൻ കാർ ഓഫ് റോഡ് വഴിയല്ല, സെഡാൻ കാർ പോവും. ഓക്കെ, ഓഫ് റോഡ് വണ്ടി മാത്രമല്ല, സെഡാൻ കാറും പോവും. നമ്മുടെ റൂട്ടാണ്. ഓക്കെ, കുറേ പോയി ഒരു ചെറിയ ഗ്രാമം, സംഭവം അടിപൊളിയാണ്. എന്താ അഖിലിനെ പറയാനുള്ളത്? ആള് പറഞ്ഞു അഖിലില്ല, കുഞ്ഞിനുള്ളത്. അപ്പൊ ഇത് കാണുന്ന അഖിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വണ്ടി സൈഡാക്കിയാന്ന്, വെറുതെ ഒരു ചെറിയ വ്യൂ കാണാം. നല്ല അടിപൊളി വ്യൂ ആണ്. ഓക്കെ, ഓ ഏതാ നോക്ക്, വലിയ മലമുകളിൽ ഇത്ര വീടാണ്. ഇതൊക്കെ സംഭവം തന്നെയാണ്. താഴെ വണ്ടി സൈഡാക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടുന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ. ഓക്കെ, സംഭവം അടിപൊളിയാണ്. എന്തായാലും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. എന്ന് പറഞ്ഞ അശ്വിനെ എന്താ അഭിപ്രായം പറ്റി? സ്ഥലം അടിപൊളിയല്ലേ? ഓക്കെ, എന്നാ പോയി എന്നാ മതി, നേരത്തെ കാണാം. അപ്പോൾ ഓക്കെ, എന്തായാലും അങ്ങോട്ടേക്ക് പോട്ടെ, ബാക്കി കാഴ്ചകൾ അവിടെ നിന്ന് കാണാം. ഓക്കെ, ഞങ്ങൾ കയറുമ്പോൾ നിങ്ങൾ ഇറങ്ങല്ലേ? താരക്കാക്ക് എന്തോ കാണുന്ന പറഞ്ഞേ. ഓക്കെ, എന്താ വണ്ടി കയറുക? അല്ല, ഇങ്ങനെ താരക്ക് ഫോട്ടോ എടുത്തോ, ഞങ്ങൾ വിളി ഉണ്ടാവും. യെസ്, മസ്കത്ത് അപേക്ഷിച്ച് ഇവിടെ ഭയങ്കര ചൂട് കുറവാട്ടോ. മസ്കത്തിൽ ഹ്യൂമിഡിറ്റിയും പുറത്ത് നിൽക്കാൻ പറ്റൂല. ഇവിടെ ഒന്നും പ്രശ്നമില്ല, ചൂട് കുറവാണ്. നേരത്തെ പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഞങ്ങൾ തൊട്ടടുത്ത് നിന്നത് അതിൻ്റെ അടുത്ത് തന്നെയാണ്, 1 മിനിറ്റേ ഉള്ളൂ. ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. സ്റ്റാർട്ടിങ് ഇവിടെയാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഉള്ളിൽ കയറി ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ നേരെ അതിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് എൻട്രി, ഇവിടെയാണ് എൻട്രൻസ്, ഇവിടെയാണ്. കയറി ഇവിടെ നല്ല അടിപൊളി കാഴ്ചകളുണ്ട്. നല്ല ഫുള്ള് പഴയ ഐറ്റംസ്, പഴയ കാല നല്ല തേനുകളുണ്ട്, നല്ല നാടൻ തേനുകൾ വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. ഓക്കെ, താഴോട്ട് നടക്കണം, വണ്ടി അവിടെ പാർക്ക് ചെയ്യണം, വണ്ടി ഇങ്ങോട്ട് കയറില്ല. ഓക്കെ, പെരുന്നാൾ അവധിയല്ലായതുകൊണ്ട് ആൾക്കാർ കുറവാണ്. സാധാരണ ആൾക്കാർ ഉണ്ടാകണ്ടല്ലേ, അപ്പോൾ കുറവാണ്. യെസ്, എന്താണ് കുഞ്ഞാ കാണാൻ എന്താ പറയാനുള്ളത്? സ്ഥലം ഇഷ്ടപ്പെട്ടിക്കാ? ഇപ്പൊ ഒന്നും പോലെ സംഭവം അടിപൊളി പ്ലേസ് ആണ്. നടന്നു പോണേനി. ഏത് മോള് താഴെ എല്ലാം സെയിമിനല്ലേ തന്നെ. മിസ്വ ഓൾഡ് ഹൗസ്. ഓക്കെ, ഓ അടിപൊളിയാണ്.
ഒന്നും വെള്ളമില്ല, എല്ലാം കാലിയാണ്. അവിടെ ചോദിച്ചു ഇങ്ങോട്ട് ചോദിച്ചോക്ക്. ഇത് അങ്ങോട്ടാ, അവിടെ അതാ അവിടെ അങ്ങോട്ടാ വണ്ടിയാ. കുറേ കഫേകളുണ്ട്, കുറേ കടകളുണ്ട്. മെയിനായിട്ട് ഇവിടെ വീടുകളാണ്. ഇവിടെ ആൾക്കാർ താമസവും പിന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസായി മാറിയാണ്. കാഴ്ചക്കാരും കുറേ ഉണ്ട്, വിദേശികൾ കുറേ വരുന്നുണ്ട്. നടന്നു കുറച്ച് നടക്കാനുണ്ട്, അവിടെ നടക്കാനുണ്ട്. കയ്യിൽ സ്പീക്കറും മറ്റ് കവറുകൾ സാധനങ്ങളുണ്ട്. ഇതാ മിസ്ബാ വേൾഡ് ഹൗസ്. യെസ്. അങ്ങനെ നടന്ന് കുറച്ച് താഴെത്തി. ഓക്കെ, ഇത് കഫേ ആണോ? കഫേ അല്ലല്ലോ ഇത്. നടന്നോ. ഇത് പഴയ സ്റ്റൈല് ഫോട്ടോ എടുക്കത്ത സ്പേസ് ഉണ്ട്. ഇങ്ങോട്ട് വാ. ഓ അടിപൊളി സ്പോട്ട്. അതാ ഇവിടുന്ന് ഫോട്ടോ എടുക്കല്ലേ. ഇത് കഫേ ആണത്. ഒരു ചെറിയ കഫേ ഉണ്ട് ഇവിടെ. ഇതൊന്നും ഇവിടുന്ന് ഫ്രീ അല്ല, ഇതെല്ലാം എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ. അടിപൊളി കഫേ ഉണ്ട് പഴയ സ്റ്റൈലിൽ. ഓക്കെ, എന്നാ ഇത് കഫേ കേട്ടോ. അപ്പോൾ ഓക്കെ, അങ്ങനെ അവസാനം മിസ്ബത്തുൽ ലബ്രീൻ ഓൾഡ് ഹൗസ് എത്തിയിരിക്കുന്നു. ഇതാണ് ഓൾഡ് ഹൗസ്, അടിപൊളിയാണ്. ഇനി ഇവിടെ നിന്ന് കുറച്ച് കാണാണ്ട് താഴോട്ട് ഇറങ്ങണം, വില്ലേജിലേക്ക് ഇറങ്ങണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത പാർട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.